സ്വർണ്ണവില. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ brought to you by Kavita Gold and Diamonds, the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,155 രൂപ, പവന് 73,240 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,540 രൂപ, പവന് 60,320 രൂപ. വെള്ളി ഗ്രാമിന് 125 രൂപ. ഇനി ഈവനിംഗ് ന്യൂസ് കാണാം. ദിവ്യ ദിവാകരൻ ചേരും. നമസ്കാരം. വാരഞ്ജിത്തിന്റെ സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണിത്. പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റർ മോഹൻരാജാണ് ചിത്രീകരണത്തിനിടെ അന്തരിച്ചത്. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. Today's headlines brought to you by ലക്സ്യൂ, നല്ല ലക്ഷണമൊത്ത റൂഫിംഗ്. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ ഗവർണറുടെ സ്റ്റേ ആവശ്യം തള്ളി. VC-മാരെ സർക്കാർ പാനലിൽ നിന്ന് നിയമിക്കണമെന്ന് ഉത്തരവ്. താൽക്കാലിക VC 6 മാസത്തേക്ക് മാത്രമെന്നും കോടതി. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്ന് തെളിഞ്ഞെന്ന് മന്ത്രി ആർ ബിന്ദു.
big loop to part burn 1 complete and nominal. You are go to DOF suits per procedure 4.012. Nominal departure and 40. ചരിത്ര ദൌത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയടക്കമുള്ള ആക്സിയം ദൌത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങി. ഇന്ത്യൻ സമയം വൈകിട്ട് 4:35 അൺഡോക്കിംഗ് പൂർത്തിയായതായി നാസ. ഡ്രാഗൺ പേടകം നാളെ വൈകിട്ട് 3 പസഫിക് സമുദ്രത്തിലിറങ്ങും. സിപിഎമ്മുമായി ഇടഞ്ഞ PK ശശിക്കെതിരെ CPI. MP രാജേഷിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി. ശശിക്കെതിരായ കൊലവിളി പ്രതിഷേധം തള്ളി NN കൃഷ്ണദാസ്. ശശിയെ പിന്തുണച്ച CITU നേതാവ്. പാലക്കാട്ടെ LDF നേതാക്കളെ ലക്ഷ്യമിട്ട് UDF. യൂത്ത് കോൺഗ്രസിനെതിരെ വിമർശനം തുടർന്ന് PJ കുര്യൻ. പ്രസ്താവന സതുദ്ദേശപരം. പുറത്ത് 40% ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞു. അപ്പൊ അവരെ ആര് അഡ്രസ് ചെയ്യും? കുര്യന്റെ വിമർശനത്തിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. പരാമർശം സതുദ്ദേശപരമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രതികരണം നേതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുക്കുന്നത്. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. തൃത്താലയിൽ ബൽറാം ബാലചന്ദ്രൻ പോരവസാനിപ്പിക്കാൻ KPCC ഇടപെടൽ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ സുപ്രധാന യോഗം. സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ. യമൻ ഭരണകൂട പ്രതിനിധിയും സുപ്രീം ജഡ്ജിയും യോഗത്തിൽ. സുപ്രീം കോടതിയിൽ കൈമലർത്തി കേന്ദ്ര സർക്കാർ. ദിയാധനം നൽകാൻ തയ്യാറെന്ന റഹീമിന്റെ കുടുംബം. വിവാഹമോചന കേസുകളിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. പങ്കാളിയുടെ ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കാമെന്ന് കോടതി. രഹസ്യമായ റെക്കോർഡ് സംഭാഷണം തെളിവാകില്ലെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി. മൌലികാവകാശ ലംഘനത്തിന്റെ പേരിൽ ഇത് മാറ്റിവെക്കാനാകില്ല. പാദപൂജ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ മതപരമായ ഉള്ളടക്കം തടയാൻ വിദ്യാഭ്യാസ വകുപ്പ് പൊതുമാനദണ്ഡം തയ്യാറാക്കും. പ്രാർത്ഥനാ ഗാനവും പരിഷ്കരിക്കും. പ്രതിഷേധം ശക്തമാക്കി ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. ആറ്റുവ വിവേകാനന്ദ സ്കൂളിലേക്ക് DYFI AIYF മാർച്ച്. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ വെളിപ്പെടുത്തൽ ആയുധമാക്കി പ്രതിപക്ഷം. മനോജ് സിൻഹ ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. രാജിക്ക് എത്ര നാൾ കാത്തിരിക്കണമെന്നും ചോദ്യം. വിവാദ വെളിപ്പെടുത്തൽ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ. ജമ്മു കശ്മീർ രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ മുഖ്യമന്ത്രിയെ തടഞ്ഞ് പോലീസും കേന്ദ്രസേനയും. സേന മർദ്ദിച്ചുവെന്ന് ഒമർ അബ്ദുള്ള. പോലീസ് നടപടി കശ്മീരിലെ പ്രധാന നേതാക്കളെ തടവിലാക്കിയതിന് പിന്നാലെ. ഒമർ അബ്ദുള്ള എത്തിയത് മതിൽ ചാടിക്കടന്ന്. ലോർഡ്സ് ടെസ്റ്റിൽ തോൽവി ഒഴിവാക്കാൻ ഇന്ത്യ പൊരുതുന്നു. അവസാന ദിനം ഇംഗ്ലണ്ടിന്റെ വിജയ ലക്ഷ്യമായ 135 റൺസ് പിന്തുടർന്ന ഇന്ത്യക്ക് 8 വിക്കറ്റ് നഷ്ടം. രവീന്ദ്ര ജഡേജ ക്രീസിൽ. ജോഫ്ര ആർച്ചറിന് 3 വിക്കറ്റ്. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. സർക്കാർ പാനലിൽ നിന്ന് നിയമനം നടത്തണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. സ്ഥിരം VC നിയമനത്തിലെ കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. KTU ഡിജിറ്റൽ സർവകലാശാല എന്നീ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലറായ ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്
അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു. നേരത്തെ സിംഗിൾ ബെഞ്ച് കേരള സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത്. ഈ സർവകലാശാലകളുടെ ആക്ട് പ്രകാരം കേരള ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്നാണ് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. അതിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ പോവുകയാണ് ചെയ്തത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുലബ്ദീനാണ് ചേരുന്നത്. സെയ്ഫ, സർവകലാശാലകളിൽ പിടിമുറുക്കാനുള്ള ഗവർണറുടെ നീക്കത്തിന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് എത്ര വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്? ദിവ്യ, കേരളത്തിലെ 13 സർവകലാശാലകളിൽ ഏതാണ്ട് 12ഓളം സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ ഹർജികൾ വിവിധ കോടതികളുടെ പരിഗണനയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അത് മെയ് മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി പുറപ്പെടുവിച്ചത്. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലുമുള്ള വിസിമാരുടെ നിയമനം അത് റദ്ദാക്കിക്കൊണ്ട് ആ നിയമനം അംഗീകരിക്കാൻ കഴിയില്ല, സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്താൻ എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. അതിനെതിരെ ചാൻസലർ കൂടിയായ ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ് ചെയ്തത്. ഡിവിഷൻ ബെഞ്ച് പക്ഷേ ഗവർണറുടെ വാദം അല്ലെങ്കിൽ ചാൻസലറുടെ വാദം അംഗീകരിച്ചിട്ടില്ല. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്താൻ എന്ന വാദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഗവർണർക്കിട്ട വലിയ തിരിച്ചടി എന്ന് വേണം നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം വിവിധ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി പോലും ചാൻസലർ തയ്യാറായിട്ടില്ല. വിവിധ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് നടക്കുന്നില്ല എന്നുള്ള വാദമാണ് രാജ്ഭവൻ എല്ലാം മുന്നോട്ട് വെച്ചത്. അതിനേറ്റ തിരിച്ചടിയായി കൂടി നമുക്കതിനെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ അനുകൂല വിധിയായി അവർ അതിനെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരം വിസിമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിലേക്ക് രാജ്ഭവൻ കടക്കണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി, സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിരുന്നു ഗവർണർ. സ്വാഭാവികമായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് സുപ്രീം കോടതി അദ്ദേഹം സമീപിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ വലിയ ശുഭപ്രതീക്ഷയിലാണുള്ളത്. സ്ഥിരം വിസിമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിലേക്ക് രാജ്ഭവൻ ഉടനെ കടക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ അതിരൂക്ഷമായിരിക്കെ സർവകലാശാലകളുടെ കാര്യത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ ഗവർണറെ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. വിവരങ്ങളാണ് സെയ്ഫ് സൈനുലബ്ദീൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്